കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം അനുദിനം കൂടി വരുമ്പോൾ ആലപ്പുഴയുടെ ചിത്രം മാറിമറിയുകയാണ്. ആലപ്പുഴയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് മത്സരം മാറുന്നു. ത്രികോണ മത്സരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആലപ്പുഴക്കാർക്ക് മുമ്പിലേക്ക് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയപ്പോഴേക്കും വീറുറ്റ പ്രചരണം എന്ന് തന്നെ പറയേണ്ടി വരും. ശക്തമായ പ്രചരണവും അടിയൊഴുക്കും ശക്തമാണ്. അതുകൊണ്ട് തന്നെ CPM ക്യാമ്പുകളാണ് വളരെ ഭയപ്പാടോടെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റത്തെ കാണുന്നത്. കാരണം CPMൻ്റെ അടിത്തട്ടിലുള്ള വോട്ട് വലിയ രീതിയിൽ തന്നെ ശോഭാ സുരേന്ദ്രനിലേക്ക് പോകും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ CPMൻ്റെ നേതാക്കൾ തന്നെ പങ്കുവെക്കുന്നത്. കാരണം CPMൻ്റെ അടിത്തട്ടിൽ നിന്ന് CPMനോട് അമർഷമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ വോട്ടുണ്ട്. ഇതെല്ലാം ഒന്നടങ്കം BJPയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരും അത്തരത്തിൽ തന്നെയാണ് പ്രചരണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അടുപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ശോഭാ സുരേന്ദ്രന് പിന്നിൽ ധീവര, നായർ, ഈഴവ വോട്ടുകൾ, ഈ വോട്ടുകളുടെ ഒരു വലിയ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ BJP നടത്തുന്ന കുടുംബയോഗങ്ങളിലൊക്കെ എല്ലാം വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു ലീഡർ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് ഉയർത്തിയ ഒരു നേതാവ് കൂടിയാണ്. ഏതായാലും ആലപ്പുഴയിൽ പ്രവചനാതീതമായ ഒരു മത്സരമെന്ന് തന്നെ പറയേണ്ടി വരും. CPM ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അത്തരത്തിലേക്ക് വീറിട്ട ഒരു മത്സരം, വളരെ ആവേശോജ്വലമായ ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.